നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലെ ഉണ്ട്. ഇപ്പം പലരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, പോറ്റി എന്ന് വിളിക്കേണ്ട. കാര്യം പോറ്റി ഒരുപാട് ബ്രാഹ്മണർക്കുള്ള ഒരു പേരാണ്. ഇവരെ ഈ സീതയെ തട്ടിക്കൊണ്ടു പോകാൻ രാവണൻ വന്നത് പോലും കാവ്യവേഷം ധരിച്ചാണ്. തട്ടം ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഹിന്ദു കുട്ടിക്ക് ചരട് ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? അവൾ അങ്ങനെ ഒരു തട്ടം ഇട്ടുകൊണ്ട് പോകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകാനാണ്? പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റർമാർ ആലോചിക്കേണ്ടത്, ക്രിസ്ത്യൻ സിസ്റ്റർമാരുടെ ഈ തട്ടം നോർത്ത് ഇന്ത്യയിൽ ഇത് ഇട്ടുകൊണ്ട് നടന്ന പ്രശ്നമുണ്ട്. ഇനി മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ച് ചില ആൾക്കാർ വർഗീയക്കാട് കളിക്കാറുണ്ട്. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഈശ്വർ വിസ് ആരിഫ് ഹുസൈൻ, എന്താണ് ശരിക്കും നടക്കുന്നത്? ആരിഫ് എക്സ്ട്രീമിലേക്ക് പോവാണ്. പറയാൻ പോലും കഴിയാത്തത്ര മോശമായൊരു സാധനം. ഒരു ക്രിസ്ത്യൻ പേരിന്ന് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഒരു 10 വർഷം മുമ്പാണ് ഒരു ക്രിസ്ത്യൻ പേരിന്നാണ് വന്നത്. നിയമ നടപടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം എനിക്കൊരു സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാവുന്നില്ലല്ലോ. അവസാനം അന്വേഷണം വന്നപ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. പശുവിൻ്റെ ഇറച്ചിയും പന്നിയുടെ ഇറച്ചിയും കൊണ്ടിടും, ഇവർ തന്നെ കൊണ്ടിടും, എന്നിട്ട് മറ്റവരാ ചെയ്തതെന്ന് പറയും. ഒരു കലാപം ഉണ്ടാക്കുന്ന ആ മനസ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. താജ്മഹലിന്റെ മകുടത്തിന്റെ ഉള്ളിലൂടെ ശിവൻ വരുന്നു. ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്, താജ്മഹലിനെ അപമാനിക്കുന്നത്. ഇത് തേജോ മഹാലയാണെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ്. ഇവർക്ക് ഹിന്ദുക്കളോട് യാതൊരു മമതയില്ല. ഇത് ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. എൻ്റെ പെറ്റീഷനിലാണ് ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നത്. എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ഈ കാശ് എങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്ന് നമുക്കറിയാൻ, വിശ്വാസികൾക്ക് അറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ. 10-12 ക്യാമറകൾ ഉണ്ട്. എന്നിട്ട് ഷിത എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട, നമ്മൾ ഒരു തമാശ പറയല്ലേ, എന്നെ ട്രാപ്പ്. അത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. സ്ത്രീകൾക്കെതിരെ അതെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആകുന്നത്? സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രാഹുൽ ഈശ്വർ ആണ്. വെൽക്കം. താങ്ക് യു മൂവി വേൾഡ് മീഡിയ. താങ്ക് യു നൂർജഹാൻ. എല്ലാ കാര്യങ്ങൾക്കും തൻ്റേതായിട്ടുള്ള ഉറച്ച നിലപാടുകൾ ആരെയും പേടിക്കാതെ പറയുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശത്രുക്കളാണോ മിത്രങ്ങളാണോ കൂടുതൽ? അല്ല, എന്നോട് പലപ്പോഴും പല ആൾക്കാർക്കും അങ്ങനെ പറയുന്നതിന് ശത്രുത തോന്നാറുണ്ട്. പക്ഷെ ഇവഞ്ച്വലി ഞാൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കി അവർ അംഗീകരിക്കാറുണ്ട്. 100% ഞാനത് നൂർജഹാനും നിങ്ങളുടെ മൂവി വേൾഡ് മീഡിയയുടെ ആൾക്കാർക്കും 100% ഉറപ്പുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നോട് പൊതു കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ 100% സത്യസന്ധമായി പറയണമെന്ന് തോന്നുന്നില്ല. പക്ഷേ പൊതു കാര്യങ്ങളിൽ എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും 100% സത്യം, 100% സമയം, 100% ആൾക്കാരോട് ഏറ്റവും സോഫ്റ്റായി ഞാൻ പറയും. ഞാൻ ഈ സത്യം പറയുമ്പോഴും ആൾക്കാരെ കഴിയുന്നത്ര വേദനിപ്പിക്കാതെ ബാലൻസ് ചെയ്ത് സോഫ്റ്റ് ആയിട്ടാണ് പറയാറുള്ളത്. പക്ഷേ ബ്ലണ്ടായിട്ട് പറയുന്നതിനെക്കാട്ടി സോഫ്റ്റ് ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായ സത്യം പറഞ്ഞാൽ മതി. ഇവഞ്ച്വലി ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മുടെ വിജയ് രാഷ്ട്രീയത്തിലോട്ട് വന്നു. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്ത് പല ആളുകളുടെ ഒരുപാട് ഇഷ്ടം നേടിയിട്ട് രാഷ്ട്രീയത്തിലോട്ട് വന്നു. രാഹുൽ ഈശ്വറിനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സും അതുപോലെ തന്നെ ഒരു ഭൂരിപക്ഷം ആളുകൾ എതിർക്കുന്ന ടോപ്പിക്കിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഒരു ലക്ഷ്യമാണോ? 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വിജയുടെ ഒരു കടുത്ത ആരാധകനാണ്. അത് വിജയ് എന്ന വ്യക്തിയുടെയും വിജയ് എന്ന സിനിമാ താരത്തിൻ്റെയും. സിനിമാ താരം കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തമിഴ് മക്കൾക്ക് കൂടുതൽ ഗുണമുള്ള സിനിമകളാണ്. വിജയ് കൂടുതൽ വരണമെന്നും എൻ്റെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഉണ്ട്. അതായത് റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ പൊതുവെ സ്വത്വാധിഷ്ഠിതം, ഐഡൻറ്റിറ്റി, ജാതി, മതം, ഭാഷ, ഇതിനെല്ലാം ബേസ് ചെയ്ത് നിൽക്കുന്നതാണ് റൈറ്റ് വിങ്, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സ് അഥവാ സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ, ലെഫ്റ്റ് വിങ് പാർട്ടീസ് എന്ന് പറയുന്നത്. വിജയ് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അവിടുത്തെ ഒരു സെൻറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്ന സ്പെക്ട്രത്തിന്. ഉദാഹരണം, കമലഹാസൻ സെൻറ്റർ ലെഫ്റ്റ് ആണ്, വിജയ് സെൻറ്റർ ലെഫ്റ്റ് ആണ്, എന്നാൽ രജനീകാന്ത് സെൻറ്റർ റൈറ്റ് ആണ്. അതായത് കമലഹാസൻ കൂടുതൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതും രജനീകാന്ത് കൂടുതൽ BJP-യോട് ചേർന്ന് നിൽക്കുന്ന സ്പേസാണ്. വിജയ് അതേപോലെ ഒരു സെൻട്രൽ ലെഫ്റ്റ് സ്പേസിൽ നിൽക്കുമെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാവിയിൽ മാറുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷേ ഈ പബ്ലിക് പോളിസിയിൽ താല്പര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും. മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ ശ്രീ മുകേഷ്, നമുക്കെല്ലാം ശ്രീ മുകേഷിനെയൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മൾ. ശ്രീ മുകേഷിനെതിരെ വ്യാജാരോപണം ഉണ്ടാകുമ്പോൾ ഇതേപോലൊരു മുകേഷിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷമം ഞാൻ കണ്ടതാണ്.
ഒരു ബേസും ഇല്ലാതെ വ്യാജാരോപണമാണ്. ഒരാൾ വിളിച്ച് പറയുന്നു നിങ്ങൾ 10 ലക്ഷം 1 ലക്ഷം നമ്പർ മറന്നുപോയി, എനിക്ക് നിങ്ങൾ 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ഒരു ആരോപണം ഉന്നയിക്കും. എന്തൊരു ഗതികേടാണ്. നമുക്ക് അങ്ങനെ ഒരു കോൾ കിട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയണം, രാഹുൽ ഈശ്വർ ഞാൻ ഇന്നയാളാണ്, എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിക്കും. ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അപ്പോൾ മുകേഷ് ഏടൻ CPM MLA ആണ്, ശ്രീ സുരേഷ് ഗോപി BJP MLA ആണ്. ഇതുപോലെ സുരേഷ് ഗോപി ഒരുപാട് ക്യാമറകൾ 10-12 ക്യാമറകൾ ഉണ്ട്. എന്നിട്ട് ഷിത എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട, അതായത് നമ്മൾ ഒരു തമാശ പറയല്ലേ എന്നെ ട്രാപ്പ്, അത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. സ്ത്രീകൾക്കെതിരെ അതെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആകുന്നത്? ഇത്രയും 12 ക്യാമറകളുടെ ഫ്രണ്ട് വെച്ചാണ് ഒരാൾ ഔട്ട്റേജിങ് മോഡസ്റ്റി ഉണ്ടാകുന്നത്. ഒരാൾ തമാശയ്ക്ക് എന്നെ കൊടുക്കാൻ നോക്കണ്ട. അപ്പം ഇത് ആരെയും ട്രാപ്പ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി എടുക്കേണ്ട നിലപാടുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ചീഫ് മിനിസ്റ്റർ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആകാനായ ഒരു അവസരം കിട്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹം? 2-3 മാറ്റങ്ങൾ. ഒന്ന്, ശക്തമായൊരു പുരുഷ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. കാര്യം 50% പുരുഷന്മാരുമാണ്. അതുകൊണ്ട് 100% അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം കൊണ്ടുവരും. 2, ഓൾറെഡി തന്നെ ഞാൻ യുവജന കമ്മീഷൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈനാണ്, യൂത്ത് കമ്മീഷൻ്റെ ഭാഗമാണ്. നിർബന്ധമായിട്ട് മാരിറ്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂൾ പ്രായം മുതൽ കോളേജ് പ്രായം മുതൽ അതിന് ശേഷവും പരസ്പരം ഇഷ്ടവും ആകർഷണവും കല്യാണവും പ്രണയവും ലൈംഗികതയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നൂർജഹാൻ, മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്നൊരു പുസ്തകമുണ്ട്. ഡോക്ടർ ജോൺ ഗ്രേ എഴുതിയ പുസ്തകമാണ്. റിലേഷൻഷിപ്പിൻ്റെ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകമാണ്. നിർബന്ധമായിട്ടും ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ കേരളത്തിൽ നടപ്പാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാകാതെ പോകുന്നത് സ്ത്രീ ബ്രെയിനും പുരുഷ ബ്രെയിനും വേറെയാണ്. അതായത് സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ സ്ത്രീയുടെ ബ്രെയിനും പുരുഷൻ്റെ ബ്രെയിനും വ്യത്യാസമാണ്. വി ആർ സൈക്കോളജിക്കലി ഡിഫറെൻറ്റ്, ന്യൂറോളജിക്കലി ഡിഫറെൻറ്റ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകം അടക്കമുള്ള കാര്യം വേണം. അപ്പം മാരിറ്റൽ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കമ്പൽസറി ആക്കും. അത് നിർബന്ധമാണ്. ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ, അതായത് പ്രിഫറബിളി ഒരു 15 വയസ്സ്, ഒരു ടീനേജേഴ്സ്, ഒരു 13-14 റേഞ്ചിൽ. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടവും സ്നേഹവും അഫെക്ഷനും ആകർഷണവും ഒക്കെ ഉണ്ടാകുന്നത് ഇറ്റ്സ് വെരി നാച്ചുറൽ. ബട്ട് സ്കൂളിൽ ഇതൊക്കെ ടീച്ചേഴ്സ് ഭയങ്കര ക്രൈമായിട്ടാണ് കാണുന്നത്. അപ്പം ടീച്ചേഴ്സിനെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് ഇറ്റ്സ് എ വെരി നാച്ചുറൽ പ്രോസസ്സ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഹൗ ടു മാനേജ് ഇറ്റ് ബെറ്റർ. അങ്ങനെ ആ അഫെക്ഷൻ ആൻഡ് അട്രാക്ഷൻ സ്വാഭാവികമാണ്. അപ്പം സ്കൂൾ, കോളേജ്, അതിന് ശേഷമുള്ള കാലങ്ങളിൽ അപ്പോൾ സ്ത്രീ പുരുഷ മനഃശാസ്ത്രങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ്. ഡോക്ടർ ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. ലോകത്തെ ഏറ്റവും വിറ്റഴിഞ്ഞ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിലൊന്നാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ടുവരും. 3, നിർബന്ധമായി എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കും. അതായത് ഞാനൊരു കടുത്ത വിശ്വാസിയാണ്, ഞാൻ സർവ്വമത വിശ്വാസിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിശ്വാസങ്ങളെയും പുൽകുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പേർ അങ്ങനെ അമ്പലത്തെയും പള്ളിയും ഒക്കെ വെച്ച് കൊള്ള നടത്തുന്നവരുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന പോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് സുതാര്യത, ട്രാൻസ്പെറൻസി വേണം. എൻ്റെ പെറ്റീഷനിലാണ് ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നത്. എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആകും. ഈ കാശ് എങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്ന് നമുക്കറിയാൻ, വിശ്വാസികൾക്കറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ അവിടെ ആപ്ലിക്കബിൾ ആക്കും. അങ്ങനെ കുറച്ച് ഘടനാപരമായ പബ്ലിക് പോളിസി ചേഞ്ചസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഈ PK മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അതിപ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു കല്ലും അതിന് മുകളിൽ ഒരു ചുമന്ന തുണിയും താഴെ കുറച്ച് 5 രൂപ ഇത് എന്താ അറിയാമോ, ഇത് ഒരുപാട് പേര് രണ്ടർത്ഥത്തിലാണ് ചൂഷണം ചെയ്യുന്നത്. ഒന്ന് സാമ്പത്തികമായി, 2 സാമുദായികമായി. സാമ്പത്തികമായി അങ്ങനെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ പല ആൾദൈവങ്ങളും മറ്റും. ആൾദൈവങ്ങൾ വേറെ, ആത്മീയ ഗുരുക്കന്മാർ വേറെ. ഞാൻ വിവേകാനന്ദ സ്വാമിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ഒരു ആരാധകനാണ്, ശിഷ്യ രീതിയിൽ എന്തായാലും അവരെ ഗുരുക്കന്മാരായി കാണുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രോഡുകളായ നിത്യാനന്ദ അടക്കമുള്ള ആൾക്കാരും ഉണ്ട്. നിത്യാനന്ദ എന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് രഞ്ജിനി എന്ന സിനിമാ നടിയോടൊപ്പം മറ്റേ വിഷ്വൽ ക്ലിപ്പിലൊക്കെ വന്നത്. ആ വിഷ്വൽ ക്ലിപ്പിൽ വന്ന അവരുടെ കാര്യം. പക്ഷേ നിത്യാനന്ദ പല സ്പീച്ചിലും പറയുന്നത് ഞാൻ എണീക്കാൻ താമസിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ താമസിച്ചു എന്നൊക്കെയാണ്. താഴെ ഇരിക്കുന്നവർ കേട്ട് കൈയടിക്കാറുണ്ട്.
നിത്യാനന്ദയാണ് ഇപ്പം കൈലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുകയും മറ്റും ചെയ്തത്. ഒരുപാട് ഫ്രോഡുകൾ, ഒരുപാട് കള്ളന്മാർ. അല്ലെങ്കിൽ ആസാറാം ബാപ്പു, അതായത് ഗുജറാത്ത് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരിതാണ്. പുള്ളി ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റേ റാം റഹീം എന്ന് പറയുന്ന അറിയില്ല, മറ്റേ നോർത്തിൽ ഞാൻ വെറുതെ തരാം, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. റാം റഹീമിൻ്റെ സിനിമ കണ്ട അപ്പയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. കാര്യം റാം റഹീമിൻ്റെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഏലിയൻസ് ലോകത്തെ ആക്രമിക്കാൻ വരുന്നു, ഇയാളായിട്ട് ലോകത്തെ രക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇയാളൊരു ആത്മീയ നേതാവാണെന്നാണ് സ്വയം പറയുന്നത്. മനസ്സിലായി. ഒരുപാട് തട്ടിപ്പുകാർ ഇങ്ങനെയുണ്ട്. അത്തരം മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്ന ആളുകളുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്നവരുമുണ്ട്. നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവി കണ്ടാൽ ചിരിച്ച് കളിച്ച് രസിച്ച് പോകും. സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഞങ്ങൾ മലയാളി ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇതേപോലുള്ള, അതായത് നമ്മുടെ റാം റഹീമിനെ പോലുള്ള ഗജ ഫ്രോഡുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്തരക്കാരെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ നല്ല ആത്മീയ ഗുരുക്കന്മാരെ എല്ലാം എനിക്ക് ആദരവാണ്. അവരെ എല്ലാം ആദരവും വ്യക്തിപരവും അറിയുന്നതാണ്. ശ്രീ രവിശങ്കർജിയെ, മാതാ അമൃതാനന്ദമയി ദേവിയെ, സദ്ഗുരു ജഗ്ഗി വാസുദേവനെ എല്ലാവരെയും ബഹുമാനമാണ്. പക്ഷേ റാം റഹീമിനെ പോലുള്ളവരുണ്ട്, ആസാറാം ബാപ്പുവിനെ ബാപ്പു എന്ന് പോലും വിളിച്ചു, ആസാറാമിനെ പോലുള്ളവരുണ്ട്. പിന്നെ ഇവൻ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലുണ്ട്. ഇപ്പം പലരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, പോറ്റി എന്ന് വിളിക്കേണ്ട. കാര്യം പോറ്റി ഒരുപാട് ബ്രാഹ്മണർക്കുള്ള ഒരു പേരാണ്. ഉണ്ണികൃഷ്ണന്മാരുണ്ട്. അപ്പം ഇവരെ ഈ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ വന്നതുപോലും കാവ്യവേഷം ധരിച്ചാണ്. അങ്ങനെ കാവ്യം എടുത്ത ഒരുപാട് കള്ളന്മാരുണ്ട്. ഇത് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത്. രണ്ട്, ഇതിനെ വർഗീയമായിട്ട് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ളത്. നിങ്ങൾ സിനിമ കൂടെ ആയതുകൊണ്ട് പരേഷ് റാവൽ വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്. പരേഷ് റാവലിൻ്റെ പുതിയൊരു സിനിമയുണ്ട്, താജ്മഹാളിൻ്റെ താഴെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് തരം ഭ്രാന്താണിത്? താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യക്ക് ലോകത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് താജ്മഹൽ. 7 വണ്ടേഴ്സിൽ നമുക്ക് താജ്മഹൽ മാത്രമേ ഉള്ളൂ. ആ താജ്മഹലിൻ്റെ ഉള്ളിൽ ശിവലിംഗമാണെന്നൊക്കെ പറയുന്നത് എന്ത് തരം ഭ്രാന്താണ് നമ്മുടെ ചില ആൾക്കാർക്കെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ, അവർ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് പറയുന്നത്. ഇവർക്ക് ഹിന്ദുക്കളോട് യാതൊരു മമതയില്ല. ഇത് ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് മൂവി റിലീസ് ചെയ്യുമ്പം കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം ഐബോൾസ് ഗ്രാബ് ചെയ്യും, തർക്കം ഉണ്ടാകും. അത് ആ മൂവിക്ക് ആത്യന്തികമായി പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. അറിയാമല്ലോ, നമ്മുടെ പല മൂവീസും അങ്ങനെ കോൺട്രവേഴ്സി കാരണം കിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി താജ്മഹലിൻ്റെ മകുടത്തിൻ്റെ ഉള്ളിലൂടെ ശിവൻ വരുന്നു. ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്, താജ്മഹലിനെ അപമാനിക്കുന്നതാണ്. ഇത് തേജോ മഹാലയാണെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ്. അങ്ങനെ അതൊരു ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ആൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പരേഷ് റാവൽ അറിയപ്പെടുന്നൊരു നടനാണ്, മുൻ MP ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദിലെ BJP MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊന്നും അങ്ങനെയുള്ളതിന് തലവെച്ച് കൊടുക്കരുത്. അതൊക്കെ ഒരു ചീപ്പ് പ്രൊപ്പഗാൻഡയാണ്. അത് വളരെ വൾഗറായ പ്രൊപ്പഗാൻഡയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ താജ്മഹലിൽ ഈ റീസെൻറ്റ് ഡേയ്സിൽ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് ദിവസം അടച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നപ്പോഴേക്ക് അതിനടിയിലും വന്ന കമൻസ് ആണ്, ഇനിയിപ്പോൾ അവിടെ ഇവർ പുതിയതായിട്ട് ഒരു ശിവലിംഗം കാണും, പിന്നെ ബാബരി മസ്ജിദിന് സംഭവിച്ച പോലെ തന്നെ ആകുന്നു. ഈ പല ആൾക്കാരും ഈ കോൺസ്പിറസി തിയറീസിൽ പെട്ടുപോകും. എങ്ങനെ വിശ്വസിക്കുന്ന 2 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. താജ്മഹലിനെ അടച്ചിട്ട 20 മുറികളിൽ എന്താണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്പേസ് ആയിരിക്കും, വേറെ എന്താണ് മുറികൾ. ഞാൻ ചോദിച്ചു അപ്പോൾ എന്നിട്ട് അവർ പറയുന്ന കൗതുകം എന്താ അറിയോ, അത് തുറക്കട്ടെ, തുറന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തെളിവുണ്ടെങ്കിലല്ലേ തുറക്കാവൂ. ഇതൊരു ലൂപ്പാണ്. അതായത് മനഃപൂർവ്വം അതൊരു ഒരു ഉള്ളിലെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി എന്താ പറയുക അതുണ്ടെന്ന് പറയാനും. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ മോദിക്ക് കീഴെ താജ്മഹൽ അമ്പലമായിരുന്നില്ല എന്നും താജ്മഹലിൻ്റെ ഉള്ളിൽ വേറൊന്നും ഇല്ല എന്ന് ഒഫീഷ്യലി നിലപാട് ലോകസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക അതൊരു അപ്പോൾ സ്പർദ്ധ ഉണ്ടാകും, അറ്റൻഷൻ ഉണ്ടാകും. ഈ വിഷയമാണ് ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള മൂവീസ്. അതാണ് കേരള സ്റ്റോറി. 3 പേരുടെ ജീവിതകഥ 32,000 പേരുടെ കള്ളക്കഥയാക്കി പറയുന്നിടത്താണ് പ്രശ്നം. അതായത് നോർത്ത് ഇന്ത്യയിലെ ചില സുഹൃത്തുക്കൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ കേരളത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പോകുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ വന്നാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നൊരു സ്ഥലമാണ്. ഇത് അവിടുത്തെ പാവങ്ങളെ പറ്റിക്കലാണ്. അവിടുത്തെ സാധാരണ ഒരു പ്രൊപ്പഗാൻഡയുണ്ട്, അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയല്ലേ. എന്നിട്ട് ആ പ്രൊപ്പഗാൻഡ മൂവികൾക്ക് അവാർഡ് കൊടുക്കും. അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയാണ്. സിനിമയ്ക്ക് കുറച്ച് ഫിക്ഷണലൈസ് ചെയ്യാം, കുറച്ച് ഡ്രമാറ്റൈസ് ചെയ്യാം, അത് സ്വാഭാവികമാണ്. 10 എന്നുള്ളത് 100 എന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ 10 എന്നുള്ളത് 1,00,000 എന്ന് കാണിച്ചാൽ എങ്ങനെ ശരിയാകുക? ഇത് ഈ 3 കുട്ടികളുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്ലാസിക് പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്, അതും വൾഗർ പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. അത്തരം കാര്യങ്ങളെ നമ്മുടെ പൊതുസമൂഹം തള്ളിക്കളയണം.
അതെ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ തട്ടം ഇഷ്യൂ ഞാൻ കണ്ടിരുന്നു. രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനലിൽ തട്ടം ഇഷ്യൂ ഐഷേനെ ഒരുപാട് നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഐഷയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആ തട്ടം കൂടെ സിനിമ കൂടെ വെച്ച് പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്ന് ഒരു തട്ടത്തിൻ മറയത്താണ്. നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ്, തട്ടം ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഹിന്ദു കുട്ടിക്ക് ചരട് ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? അവൾ അങ്ങനെ ഒരു തട്ടം ഇട്ടുകൊണ്ട് പോകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകാനാണ്? പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റർമാർ ആലോചിക്കേണ്ടത്, ക്രിസ്ത്യൻ സിസ്റ്റർമാരുടെ ഈ തട്ടം എന്നല്ല വേറൊരു പേര് പറയുന്നു, അവരുടെ വെയിലിടുന്ന പോലെ ഈ സാധനം അഴിച്ചു പിപ്പിക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇത് ഇട്ടുകൊണ്ട് നടന്ന പ്രശ്നമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇതിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാടൊന്നും അല്ലല്ലോ, 2 മാസം മുമ്പല്ലേ അങ്ങനെ നമ്മുടെ 2 കന്യാസ്ത്രീമാരെ അവിടെ അറസ്റ്റ് ചെയ്തത്, അവർ ജയിലിൽ കിടന്നത്. പാവപ്പെട്ട ആദിവാസികളെ സഹായിക്കാൻ പോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിസ്റ്റർമാർ ഒരു ജോലിക്ക് വേണ്ടി അവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർ, അവർക്ക് ദാരിദ്ര്യമാണ്, ആഹാരമില്ല, വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. അപ്പോൾ ഈ അവരും കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് തട്ടം ഇടാനും ഇടാതിരിക്കാനും റൈറ്റ് ഉണ്ട്. ഒരു ദിവസമൊക്കെ തട്ടം ഇടാൻ തോന്നി, അടുത്ത ദിവസം തോന്നിയില്ല, അത് അവളുടെ അവകാശമാണ്. നമ്മൾ എന്തിനാണ് അവളുടെ ഡ്രസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇപ്പം നേരെ തിരിച്ച്, അപ്പോൾ അവിടെയാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നാളെ ഒരാൾ പറയുകയാണ് ഞാൻ ജൈനനായി മാറി. ജൈനന്മാർക്ക് ദിഗംബരന്മാരെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ജൈനന്മാർക്ക് ദിക്കുകളാണ് വസ്ത്രങ്ങൾ, ഞങ്ങൾ വേറെ വസ്ത്രം ഉപയോഗിക്കില്ല. ഞാൻ സ്കൂളിൽ വരുമ്പോൾ ജൈന ദിഗംബരനായി വരുമെന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആണ്. അപ്പോൾ റീസണബിൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ റീസണബിൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും വേണം, അതിന് സംശയമില്ല. അപ്പോൾ ആ റീസണബിൾ അക്കോമഡേഷനാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഈ സാങ്കേതികത്വമല്ല, ടെക്നിക്കാലിറ്റി പറഞ്ഞ് ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് വേണ്ടത്. കാര്യം ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ റൂളേഴ്സിലൊന്ന് റസിയ സുൽത്താനയാണ്. നമ്മുടെ സുൽത്താനേറ്റുകളുടെ റസിയ സുൽത്താനയാണ്, ഝാൻസി റാണിയാണ്. നമ്മുടെ നാട്ടിലെ എത്രയോ പേർ, നമ്മുടെ ദേശീയ തലത്തിലെത്തിയ ദ്രൗപദി മുർമു, സോണിയാഗാന്ധി, പലപ്പോഴും ഈ തല മറയ്ക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയാറ്. അവൾക്ക് തല മറയ്ക്കണമെങ്കിൽ മറയ്ക്കണ്ടെങ്കിൽ മറയ്ക്കണ്ട, അത് അവളുടെ റൈറ്റാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതെ. ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ഉമ്മയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ജസ്ന എന്നാണ് തോന്നുന്നു അമ്മയുടെ പേര്. വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു, അത് മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ചേർത്തു. അതാണ് അതിലെ വിജയം. എല്ലാ വിഭാഗങ്ങളിലും, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഈ തീവ്ര നിലപാടെടുക്കുന്നവരോട് ഈ തീവ്രതയാണ് പ്രശ്നം. നമുക്ക് മൃദു മതി, സോഫ്റ്റ് മതി, എന്ന് പറഞ്ഞാൽ ഇനിയും തീവ്ര നിരീശ്വരവാദികളും ഉണ്ട്, അതും വേണ്ട. നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഞാൻ അതുകൊണ്ട് ആലങ്കാരികമായി പറയാറുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ശ്വേതാംബരധരേ ദേവി എന്ന് പറഞ്ഞ വളരെ മനോഹരമായൊരു ദേവീ സ്തുതിയുണ്ട്. അത് നോക്കി പാടുന്നത് ഇതൊരു ബാലൻസ് ആണ്, സിന്തസിസ് ആണ്, സിനർജിയാണ്. ഇനി വേറെ ഏത് രീതി, കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയകഥകളിലൊന്ന് ഒരു മൊയ്തീനും കാഞ്ചനയാണ്. ആലോചിച്ച് നോക്കുക, മൊയ്തീൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ക്യാരക്ടർ, കാഞ്ചന എന്ന് പറയുന്ന പാർവതി തിരുവോത്ത് അഭിനയിച്ച ക്യാരക്ടർ ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ്. അപ്പം ഷാറൂഖ് ഖാനും ഗൗരിയും നോർത്തിൽ നോക്കുകയാണെങ്കിൽ, ഷാറൂഖ് ഖാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്, ഗൗരി ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മാതൃക. ആ മാതൃകകളാണ് നമുക്ക് വേണ്ടത്. അതെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ, ഈ കമൻറ്റ് ബോക്സസ് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് കമൻറ്റ്സ് വരുന്നത്. ചിലപ്പോൾ അവർ ഇപ്പോൾ ഒരു മുസ്ലിം നെയിം ഇട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കമന്റ് ഇടും, അതുപോലെ ഹിന്ദു നെയിം ഇട്ടിട്ട് കമന്റ് ഇടും. ബട്ട് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നില്ല ഇവരൊക്കെ യഥാർത്ഥ മുസ്ലിംസോ യഥാർത്ഥ ഹിന്ദുക്കളോ ആണെന്ന്. വെറുതെ ഒരു കലാപം. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി, 90% ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും ഈ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്. അതെ. 2, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് സിനിമയിലാണ് നമ്മുടെ ധ്യാനും നിവിനും ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നിവിൻ മറ്റേ ആടുജീവിതം പോലെ വെളിയിൽ പോകുന്നത്, മലയാളി ഫ്രം ഇന്ത്യയിലാണ് തോന്നുന്നത്. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. ധ്യാൻ, അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാമിക പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമൻ്റ് ഇടും, ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമൻ്റ് ഇടും. എന്നിട്ട് പ്രകോപിപ്പിക്കും. അപ്പോൾ അതിന് ഭയങ്കര, അത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ എന്താ പറയുക, ഈ അതിബുദ്ധി കാണിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാം പേരിൽ പോയി ഹിന്ദുക്കളെ ചീത്ത വിളിക്കും. അത് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊരു വികാരം ഉണ്ടാണോ, അതാണ് അവൻ്റെ ഉദ്ദേശം. നേരെ തിരിച്ച് ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ പോയി മുസ്ലിങ്ങളെ ചീത്ത വിളിക്കും, മുസ്ലിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകും. അങ്ങനെ ഒരുപാട്, അതൊരു മനോരോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആഴത്തിലേറിയുള്ളൊരു മനോരോഗമാണ്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളായിട്ട് ഇതേപോലെ ഞാൻ ദേശീയ മാധ്യമങ്ങൾ വളരെ സെൻസിറ്റീവ് ആയ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി
അല്ല, അതായത് ഒരു മുസ്ലിം അതിമോശമായിട്ട് യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെക്കുറിച്ച് പറയുന്നൊരു കമൻറ്റ്. ഇത് കണ്ടൊരു ക്രിസ്ത്യാനി പറഞ്ഞു എന്നോട് നാഷണൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാൾ, കണ്ടില്ലേ നമ്മുടെ യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, പരിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന ഏക വനിതാ രത്നം യേശു ക്രിസ്തുവിൻ്റെ അമ്മ മേരിയാണ്. ഒരു ചാപ്റ്റർ തന്നെ മേരിയെക്കുറിച്ചുണ്ട്. യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട് ദൈവീകമായി അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ. അപ്പോൾ ഇത് വേറെ ആരോ ഇട്ടതാണ്. കാര്യം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇടുന്നതാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന സാധാരണ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസമുള്ളവനും വിശ്വാസം ഇല്ലാത്തവനും മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ വെച്ച് നമ്മളെ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇനിയും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കുറച്ച് വർഷം മുമ്പത്തെയാണ്, ഞങ്ങളടക്കം ഇടപെട്ട് നിർത്തിയതാണ്. സ്വാമി അയ്യപ്പന്, അതായത് വളരെ മോശമായിട്ട് അയ്യപ്പനെക്കുറിച്ച് ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പറയാൻ പോലും കഴിയാത്തത്ര മോശമായൊരു സാധനം ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്ന് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഒരു 10 വർഷം മുമ്പാണ് ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്നാണ് വന്നത്. നിയമ നടപടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം എനിക്കൊരു സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാവുന്നില്ലല്ലോ. അവസാനം അന്വേഷണം വന്നപ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. അവൻ്റെ റീജിയണൽ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ പേരിൽ അവൻ അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കയറി ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഭ്രാന്തന്മാരുണ്ട്. നമ്മുടെ കേരളത്തിലെ ലൈവ് ഉദാഹരണങ്ങളുണ്ട്. അതായത് കേരളത്തിൽ രാമകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, സ്വന്തമായിട്ടൊരു അയ്യപ്പ ക്ഷേത്രം, മലപ്പുറത്തെ അയ്യപ്പ ക്ഷേത്രത്തിന് ഈ അവിടെ ഉച്ചിഷ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അത് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 150 വർഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പശുവിൻ്റെ ഇറച്ചിയും പന്നിയുടെ ഇറച്ചിയും കൊണ്ടിടും. ഇവർ തന്നെ കൊണ്ടിടും, എന്നിട്ട് മറ്റവരാ ചെയ്തതെന്ന് പറയും. ഒരു കലാപം ഉണ്ടാക്കുന്ന ആ മനസ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ 90% അങ്ങനെയല്ല. നമ്മളൊരു സൗഹാർദ്ദം. ഞാൻ പഠിച്ചത് എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ മുത്തശ്ശി പഠിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളിലാണ്. എൻ്റെ മോൻ യാഗ് എന്നാ പേര്, യാഗ് പഠിക്കുന്ന തിരുവനന്തപുരം സെൻറ്റ് തോമസിലാണ്. നമ്മളെല്ലാം അങ്ങനെ ഒരു ബഹുസ്വര പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്നതാണ്. അതാണ് നമ്മുടെ ശക്തി. ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ ബഹുസ്വരതയാണ്. അതെ. ഈ ജാതി എന്ന് പറയുന്നൊരു സംഭവം പലരും പല കാര്യങ്ങൾക്കും ജാതി കാർഡുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ജാതീയത തെറ്റാണ്, സമുദായങ്ങളൊരു യാഥാർത്ഥ്യമാകാം. അതായത് ആ നിലപാടെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ജാതികളാണ്. നമ്മുടെ നാട്ടിൽ നായർ സമൂഹം കേരളത്തിലെ പ്രബലമായ പ്രമുഖമായ ഒരു സമൂഹമാണ് നായർ സമൂഹം. ഏകദേശം 10 മുതൽ 12 മുതൽ ചില ആൾക്കാർ 14 എന്ന് പറയുന്നു. ഈ 10 to 14% നായർ സമുദായമുള്ളത്. ഹിന്ദുക്കൾ മറ്റൊരു പ്രമുഖ സമുദായമാണ് ഈഴവ സമുദായം. ഈ നായർ സമുദായത്തിലാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ സ്ഥാപകൻ, ചട്ടമ്പി സ്വാമികൾ ഒക്കെ വന്ന് പറഞ്ഞത്. ഇതേപോലെ ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനാണ് ഈഴവ സമൂഹത്തിൽ വന്ന് പറഞ്ഞത്. 20-22%, 24% ചിലർ പറയുന്നു ഈഴവ സമൂഹമാണ്. പിന്നെ നമുക്ക് പുലയ സമൂഹമുണ്ട്. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ ആദരവ് തോന്നിയ മഹാത്മാഗാന്ധി പുലയ രാജാവെന്ന് വിളിച്ചതാണ് മഹാത്മാ അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രയൊക്കെ നടത്തി കേരളത്തിലെ മുന്നോട്ട് നയിച്ചതിൽ മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയ്യങ്കാളി അടക്കമുള്ളവർ. പറയ സമൂഹമുണ്ട്, ശുഭാനന്ദ ഗുരുദേവൻ. നമ്പൂതിരി സമൂഹമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ വ്യക്തികളാണ് EM ശങ്കര നമ്പൂതിരിപ്പാട്, നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി. അങ്ങനെ ഇപ്പം വിശ്വകർമ്മ സമൂഹമുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജാതി സമുദായങ്ങളുണ്ട്. ഈ സമുദായങ്ങൾ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ജാതീയത, ഉച്ചനീചത്വം, ഇന്നയാൾ കൂടുതൽ, ഇന്നയാൾ കുറവ്, ഇന്നയാൾ നല്ലത്, ഇന്നയാൾ മോശം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നമ്മുടെ പൂർവികരെല്ലാം നോക്കിയത് ഇവരെ വിളക്കി ചേർക്കാനാണ്. അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലുണ്ടെന്ന് പറയുന്ന സോക്കോൾഡ് ക്ലാഷ് ഈ നായർ ഈഴവ ക്ലാഷാണ്. അല്ലെങ്കിൽ നായർ ഈഴവരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കില്ല. എന്തൊക്കെ ഹിന്ദു ഐക്യം പറഞ്ഞാലും നായർ മോളെ ഈഴവന് കെട്ടിച്ചു കൊടുക്കില്ല, ഈഴവൻ തിരിച്ച് മോളെ നായർക്ക് കെട്ടിച്ചു കൊടുക്കില്ല, തുടങ്ങിയ കാര്യങ്ങൾ പറയും. അപ്പോൾ അവിടെയാണ് മന്നത്ത് പത്മനാഭനൊക്കെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുദേവനെ വെച്ച് പറയുകയാണ്. നമ്മൾ നായന്മാരും ഈഴവന്മാരും നമ്പൂതിരിമാരും പുലയന്മാരും ആദിവാസികളും അമ്പലവാസികളും നമ്മളെല്ലാവരും ഇന്ന് ശ്രീനാരായണീയരാണ്. ശ്രീനാരായണ ഗുരു ഇതൊരു ബാലൻസാണ്, കൺസെൻസസ് ബിൽഡിംഗ് ആണ്. ഇങ്ങനെയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയും. ഇതൊരു പോസിറ്റീവ്. നമ്മുടെ ദ്രൗപദി മുർമു നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടതാണ്. അവർ വലിയ സ്ത്രീയാണ്. അവർ പുതി ബിറാഞ്ചി, അവരുടെ ഒറിജിനൽ പേരെങ്ങനെ, അവർ സന്താൾ വിഭാഗത്തിൽ നിന്നാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്, ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഗോത്ര വിഭാഗങ്ങളിലൊന്നാണ് സന്താൽ. അങ്ങനെ ഒരാൾ നമ്മുടെ പ്രസിഡൻ്റ് ആകുന്നത് നമ്മുടെ അഭിമാനമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള KR നാരായണൻ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിൽ ചരിത്രപരമായി നമുക്ക് ജാതിയുടെ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉള്ളതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ നിനക്കൊക്കെ പ്രാന്താണ്. അതായത് വിവേകാനന്ദൻ്റെ കറക്റ്റ് വാക്കെന്ന് പറഞ്ഞാൽ യു മലബാറീസ് ആൻഡ് ലുനറ്റിക്സ് യു സ്റ്റേ ഇൻ എ ലുനാറ്റിക് അസേലം. പച്ച മലയാളം പറഞ്ഞാൽ നിനക്കൊക്കെ പ്രാന്താണ്, നീ താമസിക്കുന്നത് ഭ്രാന്താലയത്തിലാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. നമ്മുടെ ജാതീയത കാരണമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്, ജാതി കാർഡിലേക്ക് കുറയ്ക്കാനല്ല.
അതാണ് അതിലെ പോയിന്റ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ടോപ്പിക്സിലൊന്നാണ് ആരിഫ് ഹുസൈൻ. രാഹുൽ ഈശ്വർ വിസ് ആരിഫ് ഹുസൈൻ. എന്താണ് ശരിക്കും നടക്കുന്നത്? ശരിക്കും ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിൽ വളരെയധികം വളരുന്നുണ്ട്. ആരിഫ് അടക്കമുള്ള എസൻസിനോട് ബന്ധപ്പെട്ട ആരിഫ് ഇനി അടുത്തേക്ക് ഒരു അവാർഡും കൂടെ കിട്ടി, തസ്ലീമാൻ അസ്റ്റിന്, അദ്ദേഹത്തിന് അതിന് അഭിനന്ദനം. പക്ഷേ ആരിഫ് അടക്കമുള്ളവരോട് എനിക്ക് വിയോജിപ്പ്. ആരിഫ് നന്നായി പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ആരിഫ് എക്സ്ട്രീമിലേക്ക് പോവുകയാണ്, അതായത് മറ്റേ നിരീശ്വരവാദ എക്സ്ട്രീമിലേക്ക് പോവുകയാണ്, ഇസ്ലാമോഫോബിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരിഫിനോടൊക്കെ ഡിബേറ്റ് ചെയ്യുന്നതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, മതവിമർശനമാകാം. നിങ്ങൾക്ക് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും എല്ലാവരെയും വിമർശിക്കാം. പക്ഷേ വിമർശനം അധിക്ഷേപമല്ല, അധിക്ഷേപിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഐ മേക്ക് ഇറ്റ് ഷുവർ ദ ടൈറ്റിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. കാര്യം പീസ് ബി അപ്പോൺ ഹിം, അല്ലെങ്കിൽ ആദരസൂചകമായി നമ്മൾ പറയുന്നതാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നാണ് ക്രിസ്ത്യാനികൾ പറയാം. ഞാൻ ഇടയ്ക്ക് യേശു ദേവൻ എന്ന് പറയായിരുന്നു. അപ്പോൾ ഒരു പള്ളിയിലച്ഛൻ എന്നെ തിരുത്തി, ഈ ദേവൻ എന്ന് പറയരുത്, യേശു ക്രിസ്തു എന്നാണ് പറയേണ്ടത്, ഞങ്ങൾ അങ്ങനെ ഒരു ടെർമിനോളജിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കെന്താ അതിന് വിരോധം, യേശു ക്രിസ്തു. അപ്പോൾ പരസ്പര ബഹുമാനവും ആദരവിലുമേ നമ്മുടെ രാജ്യം നിലനിൽക്കൂ. കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കേരള, പ്രത്യേകിച്ച് ഇന്ത്യയും കേരളവും, ലോകത്തിലെ ആദ്യ സംഘടിത ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ നാട്ടിലാണ്. അതായത് പരിശുദ്ധ വത്തിക്കാനും പാപ്പസി, പോപ്പ് ഉണ്ടാകുന്നതിന് 400 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട്. AD 52 മുതൽ, തോമാസ് ലീഹയുടെ കാലം മുതൽ, അല്ലെങ്കിൽ സെയിൻറ്റ് തോമസിൻ്റെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട്. ലോകത്തിലെ തന്നെ 3ാമത്തെ പഴയ മുസ്ലിം പള്ളി, അതായത് പരിശുദ്ധ മക്കയ്ക്കും പരിശുദ്ധ മദീനയ്ക്ക് ശേഷമുള്ള ആദ്യ പള്ളികളിലൊന്നും നമ്മുടെ ചേരമൻ പള്ളിയാണ്. പോയിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അവിടെയാണ് ഡോക്ടർ അബ്ദുൽ കലാം ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചത്. അതായത് നമ്മുടെ രാജാവായിരുന്ന ചേര രാജാവ് മക്കത്ത് പോയി പ്രവാചകനെ കണ്ട് തിരിച്ചു വന്നു എന്നാണ് നമ്മുടെ ഐതിഹ്യവും വിശ്വാസവും. ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്. ലോകത്ത് ഇസ്രായേലികൾ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് അവരുടെ പല നിലപാടിനോട് നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകാം, അല്ലെങ്കിൽ അനുകൂലം ഉണ്ടാകാം, എതിരഭിപ്രായം ഉണ്ടാകാം, പക്ഷേ ഞങ്ങൾക്കൊരു കാരണവശാലും ഒരു പെർസിക്യൂഷൻ നേരിടേണ്ടി വരാത്തൊരു സ്ഥലം ഇന്ത്യയാണെന്നാണ്. അപ്പം നമ്മുടെ ശക്തി ഈ ബഹുസ്വരതയാണ്. ഇതിനെ സെലിബ്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ പരസ്പര ബഹുമാനം വേണം. വിയോജിക്കുമ്പോഴും ബഹുമാനത്തോടെ വിയോജിക്കുക. ഡിസഗ്രി വിത്ത് ഡിഗ്നിറ്റി, ഡിസഗ്രി വിത്തൗട്ട് ഡിസ്റെസ്പെക്റ്റ്. അതാണ് ഡെമോക്രസി. അതുണ്ടെങ്കിലേ ഇന്ത്യ നിലനിൽക്കൂ. ഈ പറയുന്ന പോലെ ഇസ്ലാമോഫോബിയയും വൈഡ്ലി സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ചില കമൻറ്റ് ബോക്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നെയിം ഒന്ന് ഒരു മുസ്ലിം നാമധാരി ആണെങ്കിൽ പോലും വൈഡ്ലി അറ്റാക്ക് ചെയ്യപ്പെടുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അല്ല, ചില ആൾക്കാർക്ക് ഇസ്ലാമോഫോബിയയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് അവർ ടാപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അതായത് ഒരു ഫോബിയയും അങ്ങനെ ശരിയല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിൻ്റെ നിലപാടിനെയോ ഹിന്ദുവിൻ്റെ നിലപാടിനെയോ ക്രിസ്ത്യാനിയുടെ നിലപാടിനെയോ ബൗദ്ധികമായി അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ എസൻസ് മനസ്സിലാക്കാതെ, ഞാൻ തന്നെ അങ്ങനെ ആരിഫ് ഹുസൈനോട്, ലിയാഖത്ത് അലി, അദ്ദേഹം ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു ഇസ്ലാം ക്രിട്ടിക്കാണ്, അവരോടൊക്കെ സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് കുറേ കൂടെ നല്ല നിലപാട് ഇന്ന വിഷയത്തിൽ എടുക്കായിരുന്നു എന്ന് ബൗദ്ധികമായി വിമർശിക്കുന്നത് സ്വാഗതം ചെയ്യപ്പെടണം. അത് മതവിശ്വാസികളെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്യും. പക്ഷേ ചരിത്രത്തിൽ നിന്ന് കോണ്ടെക്സ്റ്റുകൾ എടുത്തു മാറ്റി ഇന്നിൽ അത് വിദ്വേഷമുണ്ടാക്കാനായി, വിരോധമുണ്ടാക്കാനായി ഉപയോഗിക്കരുത്. കാര്യം അങ്ങനെയല്ല നമ്മുടെ ആരുടെയും നിലപാട്. ഇപ്പോൾ ഉദാഹരണം എനിക്ക് തോന്നുന്നു, ഞാൻ സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയാണ് പിന്നെയും എല്ലാവരും അംഗീകരിക്കുന്ന നിലപാടുതരയുള്ളവർ. സ്വാമി വിവേകാനന്ദൻ പ്രവാചകൻ മുഹമ്മദിനെ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അതും അമേരിക്കയിലെ കാലിഫോർണിയയിലാണ്. കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. അതാണ് തമാശ, കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. 4 മഹാഗുരുക്കന്മാർ, ലോക ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ് 4 പേരെയാണ് വിവേകാനന്ദൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, യേശു ക്രിസ്തു, പ്രവാചകൻ മുഹമ്മദ്. കാലഗണന അനുസരിച്ച് ആദ്യം കൃഷ്ണനാണ്, പിന്നീട് ഒന്ന് ബുദ്ധനാണ്, പിന്നീട് യേശു ക്രിസ്തുവാണ്, പിന്നീട് പ്രവാചകൻ മുഹമ്മദാണ്. അതാണ് നമ്മുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ ആ രീതിയിൽ അംഗീകരിക്കുകയും അതിലേക്ക്. ഇപ്പോൾ ശിവാജി മഹാരാജാവ് എന്ന് വലതുപക്ഷത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്. റൈറ്റ് വിങ്ങേഴ്സിനും RSSും ഒക്കെ ഏറ്റവും ശിവാജി മഹാരാജാവിൻ്റെ ചിത്രമാണ്. ജാവ സിനിമയൊക്കെ കണ്ടു കാണും, നമ്മുടെ വിക്കി കൗശലിൻ്റെ. ശിവാജി മഹാരാജാവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയുണ്ട്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ഖുറാൻ കിട്ടുകയാണ്. ഹിന്ദു ഭടന്മാരോടാണ്, മുസ്ലിം ഭടന്മാരോടല്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ഖുറാൻ കിട്ടുകയാണെങ്കിൽ പരിശുദ്ധ ഖുറാൻ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് സുരക്ഷിതമായി വെച്ചിട്ട് വേണം നിങ്ങൾ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. അതായത് സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിച്ചു മാറ്റുന്നു, അവരെ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. പരിശുദ്ധ ഖുറാനെ ഒരു കാരണവശാലും ഡിസിക്രേറ്റ് ചെയ്യരുത്. നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ ഇതാണ്, നമ്മുടെ നാടിൻ്റെ മഹത്വം ഇതാണ് എന്നുള്ളതാണ്. ആ മഹത്വത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ സിഖുകാരുടെ ഹർമന്ദർ സാഹിബ്, ഗോൾഡൻ ടെമ്പിൾ കേട്ട് കാണുമല്ലോ, സുവർണ ക്ഷേത്രം. അതിനാരാ ശിലാസ്ഥാപനം ചെയ്ത് അറിയാവുന്നതല്ല, ഒരു സൂഫി പണ്ഡിതനാണ്.
അതിൻ്റെ കല്ലിടുന്നത് ഒരു സൂഫി പണ്ഡിതനാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ, ഞങ്ങൾ ശബരിമലയെ സ്ഥിരം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടത്. ശബരിമലയെ പോകുമ്പം അയ്യപ്പൻ്റെ ആത്മമിത്രം വാവർ എന്ന് പറഞ്ഞൊരു മുസ്ലിമാണ്, മറ്റൊരു ആത്മമിത്രം വെളുത്ത എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണ്. വെളുത്ത ഇവിടെ ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വെളുത്തച്ഛനാണ് വെളുത്ത. ഈ വാവർ എന്ന് പറഞ്ഞാൽ അലിയുടെയും പാത്തുമ്മയുടെയും മോനാണ്, അയ്യപ്പൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഇത് ആലങ്കാരികമൊന്നുമല്ല, ഇന്നും പോയ നോക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ശ്രദ്ധിച്ചൊന്നല്ല, നമ്മുടെ പ്രസിഡന്റ് വന്നിരുന്നല്ലോ ശബരിമലയിൽ, വാവർ നടയിൽ പോയി തൊഴുതു, അയ്യപ്പനെ പോയി തൊഴുതു. അത് കാണിക്കുന്നത് ഇത് പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു സിന്തസിസ് ആണ്, സമവായം, സമന്വയം. നമ്മുടെ വിശ്വാസത്തിൽ ഒരു ഇഞ്ച് പോലും വെള്ളം ചേർക്കാതെ, നമ്മുടെ വിശ്വാസങ്ങളെ ബലികഴിക്കാതെ, ഡയല്യൂട്ട് ചെയ്യാതെ പരസ്പര യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്താം. അതിൻ്റെ മൂവി വേൾഡിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അതായത് ആലോചിച്ച് നോക്കുക, എത്ര ഭംഗിയായിരുന്നു ഇച്ചാക്കയ്ക്ക് വേണ്ടി ഞാൻ ശബരിമലയിൽ വിശാഖവും നാളെ മറന്നുപോയി, മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ അവിടെ പോയി മോഹൻലാലിൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥന ചെയ്യുന്നു. അതും വിവാദമായി. ഇത് എന്തിനും നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനേക്കാൾ മനോഹരമായി നമുക്ക് എന്ത് കാണാൻ കഴിയും? മമ്മൂട്ടിക്കെന്ന് ചില അസുഖങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു, അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നതായിട്ടാണ് ഇപ്പം നമ്മൾ അറിയുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ. ഇനി മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ച് ചില ആൾക്കാർ വർഗീയ കാർഡ് കളിക്കാറുണ്ട്, ഒരുപാട് പേര്. മോഹൻലാൽ സാർ മമ്മൂട്ടിയെ ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വലിയൊരു കെമിസ്ട്രി ഉണ്ട്. ഇതാണ് കേരളം. അത് പണ്ട് നസീർ സത്യൻ എന്ന് പറയും, ഇനി വേറെ അടുത്ത കാലത്ത് വേറെ ആരെങ്കിലും ഒരു പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്ന് പറയും, അല്ലെങ്കിൽ പൃഥ്വിരാജ് ദുൽഖർ എന്ന് പറയും. അപ്പോൾ ഈ ഒരുമയാണ് നമ്മുടെ, അതാണ് ലൂസിഫർ സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരുമയും ഐക്യവുമാണ് അതിൻ്റെ ക്രക്സ്. അതെ, ഇപ്പോൾ നേരത്തെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ പേരും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ റീസെന്റ് ഡേയ്സ് ആയിട്ട് ഗാന്ധിക്കെതിരെയും വലിയ പോസ്റ്റുകൾ. മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ്. ഈ ഗോഡ്സെ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദിയാണ് കൊന്നത്. എന്തിൻ്റെയും തീവ്രതയാണ് പ്രശ്നം. അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രശ്നമാണ്, തീവ്ര ക്രിസ്ത്യൻ പ്രശ്നമാണ്, തീവ്ര ഹിന്ദുത്വവാദി പ്രശ്നമാണ്, തീവ്ര നക്സൽ പ്രശ്നമാണ്. എനി ഐഡിയ ടേക്കൺ ടു ഇറ്റ്സ് എക്സ്ട്രീം വിൽ ഓൾവേസ് ബി എ ഇഷ്യൂ. മോഡറേഷനാണ് നമുക്ക് വേണ്ടത്, സമവായമാണ് വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയൊക്കെ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഗാന്ധി മാർഗം വേണം, ഗാന്ധി മാർഗം വേണമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ വിഷയത്തിലും യോജിക്കുകയൊന്നുമില്ല, യോജിക്കണ്ട. പക്ഷേ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ എല്ലാ വിഷയത്തിലും യോജിക്കുന്നുണ്ടോ? പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടല്ലോ. പക്ഷേ ഈ വിയോജിപ്പുകൾ വിരോധമായി മാറരുത്, വിയോജിപ്പുകൾ വൈവിധ്യമായി നിൽക്കണം, വിരോധമായി മാറരുത്. ഇതൊരു മഴവില്ലഴകിൽ നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയണം. അതാണ് ഡെമോക്രസി. അതെ. സ്വർണം പതിച്ച ചെമ്പുപാളികളെന്ന് മാറ്റി ചെമ്പുപാളി എന്ന് മാത്രമാക്കി. ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. ദേവസ്വം ബോർഡിന് അറിയാം ഇത് എവിടെയാണ് പോകുന്നത്. ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല, പക്ഷേ ദേവസ്വം ബോർഡുകാർ അവരുടെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ കാര്യം. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം, ഒരു ജയിലിൽ പോകണം. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.